ചില യാത്രകൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് മാത്രം കൊണ്ടുപോകില്ല, നമ്മളെ നമ്മളിലേക്ക് തന്നെയാണ് തിരികെ കൊണ്ടുപോകുന്നത്. കേരളത്തിൻ്റെ ഈർപ്പവും ചൂടും നിറഞ്ഞ രാവുകളിൽ നിന്ന് ഹിമാലയത്തിൻ്റെ മഞ്ഞും കാറ്റും നിറഞ്ഞ നിശബ്ദതയിലേക്ക് ഒരു മനുഷ്യൻ, ഒരു ബൈക്ക്, ഒരു സ്വപ്നം, അത്രമാത്രം കൂട്ടായി തുടങ്ങിയ ഒരു യാത്ര. വഴികൾ മാറി, ഭാഷകൾ മാറി, മുഖങ്ങൾ മാറി, പക്ഷെ ഓരോ കിലോമീറ്ററിലും മനസ്സിൽ പുതിയൊരു കഥ എഴുതിക്കൊണ്ടിരുന്നു. പഞ്ചാബിൻ്റെ മണ്ണിൽ ചരിത്രവും വികാരവും ഒരുമിച്ച് ശ്വസിക്കുന്ന ചില നിമിഷങ്ങൾ. വാഗാ ബോർഡറിൽ ദേശസ്നേഹത്തിൻ്റെ മുഴക്കം നെഞ്ചിനുള്ളിൽ ഇടിമുഴക്കമായി മാറിയപ്പോൾ അപരിചിതരായ ആയിരങ്ങൾക്കിടയിലും ഒരേ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അതിനുശേഷം സുവർണക്ഷേത്രത്തിൻ്റെ പൊൻപ്രഭയിൽ തിരക്കിനിടയിലും മനസ്സിന് കിട്ടിയ അപൂർവമായ ഒരു സമാധാനം. വെള്ളത്തിൽ പ്രതിഫലിച്ച ആ സ്വർണ്ണ പ്രകാശം പോലെ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കും. അവിടെ നിന്ന് ശ്രീനഗർ വഴിയുള്ള യാത്ര, മലകൾക്കിടയിലൂടെ വളഞ്ഞു പായുന്ന വഴികൾ, മേഘങ്ങളെ തൊട്ട് കടന്നു പോകുന്ന പാതകൾ, ഒരു വശത്ത് ആഴമുള്ള കൊക്കകളും മറുവശത്ത് ആകാശം തൊടുന്ന മലനിരകളും. ദാൽ ലേക്കിൻ്റെ നിശബ്ദത, വെള്ളത്തിന്മേൽ പതുങ്ങി നിൽക്കുന്ന ശിക്കാരികൾ, അതിനിടയിൽ മനസ്സിന് ലഭിച്ച ചെറിയ ഒരു വിശ്രമം. പക്ഷേ ആ സമാധാനത്തിനപ്പുറം കാത്തിരുന്നത് സൂചിലയുടെ ഭീകരമായ വഴികളായിരുന്നു. ഒരു ചെറിയ പിഴവ് പോലും ജീവിതത്തിനും മരണത്തിനുമിടയിലെ ദൂരം കുറയ്ക്കുന്ന മലനിരകൾ. പുതിയ പുതിയ സൗഹൃദങ്ങൾ, വ്യത്യസ്ത മുഖങ്ങൾ, പലതരം സംസ്കാരങ്ങൾ. എന്നാൽ എല്ലാവരുടെയും കഥകളിൽ ഒരേപോലെ ഉണ്ടായിരുന്നത് യാത്രയോടുള്ള പ്രണയം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചനാനി നഷ്രി ടണൽ അടക്കമുള്ള 20ഓളം തുരങ്കപാതകൾ, ചിലത് കിലോമീറ്ററുകൾ നീളമുള്ള ഇരുട്ട്, ചിലത് മലകളുടെ ഹൃദയം തുളച്ചുണ്ടാക്കിയ അത്ഭുതങ്ങൾ. അതിനിടയിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന വിജനമായ മലയിടുക്കുകൾ, ഫോൺ റേഞ്ചില്ലാത്ത രാത്രികൾ, മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയാത്ത വഴികൾ. കാർഗിലിൻ്റെ ഓർമ്മകൾ, ഓരോ കല്ലിലും എഴുതിയിട്ടുള്ള ധൈര്യത്തിൻ്റെ കഥകൾ. കർദുംഗലയുടെ പരീക്ഷണങ്ങൾ, ഓക്സിജൻ കുറഞ്ഞ വായുവിൽ ഓരോ ശ്വാസവും പോരാട്ടമായ നിമിഷങ്ങൾ. ചിലപ്പോൾ ബ്ലാക്ക് ഐസിന് മുകളിൽ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്ന യാത്ര. എൻജിൻ ഓഫ് ആയിരുന്നെങ്കിലും മനസ്സ് മുന്നോട്ട് പോകാൻ മാത്രം ആഗ്രഹിച്ചു. പക്ഷെ ഓരോ പ്രയാസത്തിനും അപ്പുറം പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ചില കാഴ്ചകളായിരുന്നു. പാങ്ങോങ്ങിൻ്റെ ആഴമുള്ള നീല നിറം, ആകാശം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. ഹാൻലയുടെ ഏകാന്തത, ശബ്ദങ്ങളൊന്നുമില്ലാത്ത നിശബ്ദത. പക്ഷെ ആ നിശബ്ദതയ്ക്ക് ഒരു സംഗീതമുണ്ടായിരുന്നു. അവസാനം ആകാശത്തോടെ ഏറ്റവും അടുത്തൊരു വഴി, അതെ, ഉംലിംഗ്ല. 19,024 അടി ഉയരത്തിൽ, കാറ്റിനേക്കാൾ വേഗത്തിൽ മിടിച്ച ഹൃദയം, സ്വപ്നങ്ങൾക്ക് ഒരു ശ്വാസമുണ്ടെന്ന് തോന്നിയ നിമിഷം. അവിടെ നിന്നപ്പോൾ ലോകത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സ്വന്തം സ്വപ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരനുഭവം. തിരിച്ചുള്ള യാത്ര മണാലി വഴിയായി. മലകളും മഴയും മൂടൽ മഞ്ഞും അവസാനമില്ലാതെ നീണ്ടുപോകുന്ന റോഡുകളും. ചില വഴികൾ ഭയപ്പെടുത്തി, ചില കാഴ്ചകൾ കരയിച്ചു, ചില നിമിഷങ്ങൾ ജീവിതം മുഴുവൻ മറക്കാനാകാത്ത ഓർമ്മകളായി മാറി. 20 ദിവസങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ,
എണ്ണമറ്റ അനുഭവങ്ങൾ. പക്ഷെ ഇതൊരു റൈഡ് മാത്രമായിരുന്നില്ല. സ്വന്തം ഭയങ്ങളെ തോൽപ്പിച്ച യാത്ര, സ്വപ്നങ്ങളെ സ്പർശിച്ച യാത്ര, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാനാകുന്ന ഒരു അനുഭവം. കാരണം ചില യാത്രകൾ അവസാനിക്കില്ല. അവ കഥയായി, ഒരോർമ്മയായി ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം യാത്ര തുടരും. അതെ, ഒരു കഥ ഇവിടെ തുടങ്ങുകയാണ്.